നിങ്ങള് രണ്ടുപേരും ചാനലുകളുണ്ടായിരുന്നു ഫുൾ ടൈം അല്ലേ? ദിവസം എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു 9 യുഗം പോലെയാണ് കടന്നുപോയത്. ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് ഈ പ്രശ്നം അറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് രീതിയിൽ മൂവ് ചെയ്യണം ഞങ്ങൾക്ക് അറിയാത്തൊരു സമയത്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ MLA റോജി എം ജോൺ ആണ്. അപ്പോൾ ഇനി എന്താണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്ര ആകുലതയുണ്ടായില്ല. കാരണം MLA ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇതുവരെ അദ്ദേഹം ഓടി, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ബാക്കി എല്ലാവരും ഓടിയത്. അതിനുശേഷം ബഹുമാനനായ MP കടന്നു വന്നു, എല്ലാ നേതാക്കന്മാരും അതിനുശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്ന് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രയും ഒരു കാര്യം നമ്മുടെ ഒരു രാഷ്ട്രത്തിന് നമ്മൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന്, നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമത്തിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു പ്രശ്നത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകില്ല, അത്ര ഉറപ്പുണ്ട്. ഈ എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നതിന്, ഇതുവരെ ഞങ്ങളുടെ ഒപ്പം നടന്നതിനും, ഞങ്ങളുടെ ചേച്ചിമാരെ രക്ഷിച്ചതിനും, ഇനി അങ്ങോട്ടേക്കുള്ള കാര്യത്തിന് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് ബാക്കി കേസുകൾക്കൊക്കെ. അപ്പം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെയും എല്ലാ നാട്ടുകാരുടെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ഇനി ഒരു വരും തലമുറയിലേ ഒരിക്കലും ഞങ്ങൾ മറക്കാത്ത ഒരു പേരാണ് റോജി എം ജോൺ MLA. അപ്പോൾ ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെ ഇത് മുമ്പോട്ട് പോകുന്നു, ഇത് ആരും അറിയപ്പെടാത്ത ഒരു കേസായിട്ട് അങ്ങനെ ജയിലറിയിലേക്ക് ഉള്ളിൽ അകപ്പെട്ടു പോയേനെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. ഓക്കെ, എല്ലാവരോടും നമ്മുടെ അൻവർ സാദത്ത് MLA ഉപവാസ സമരം നടത്തി, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ചേച്ചിമാർക്ക് വേണ്ടി എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇനി ആരുടെയും പേര് വിട്ടുപോയി കഴിഞ്ഞാല് എല്ലാവരുടെയും കാര്യം പറയാം, ഇത് ഞാനല്ല, ഇത് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ മുഴുവൻ ആളുകളും, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്രയോ ആളുകൾ ഇവിടെ വന്നു. ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് നമ്മുടെ മുഴുവൻ നേതാക്കന്മാർ, നമ്മുടെ KC വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ അവിടെ രാഹുൽജിയുടെ അവിടുന്ന് ബന്ധപ്പെടുന്നു, അതുപോലെ തന്നെ നമ്മുടെ KPC പ്രസിഡന്റ്, അതുപോലെ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ നിരന്തരം ഇവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സഹായവും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എത്രയോ നമ്മുടെ MLA-മാർ, MP-മാർ, നേതാക്കന്മാരൊക്കെ അവിടെ വന്നു, അതുപോലെ തന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അല്ല, എല്ലാവരുടെയും പരിശ്രമമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും